നമ്മൾ ഇന്ന് ഏതൻ കിച്ചൺ പ്രീമിയം കാറ്ററിംഗ് സർവീസ് ആൻഡ് ഇവന്റ്സ് നടത്തുന്ന ഒരു കിടിലൻ മനസമ്മതം കൂടാൻ പോവാണ് കേട്ടോ. വളരെ കൃത്യതയോടെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഇവന്റിന്റെ മെനു ആണ് കേട്ടോ ഇത്. സ്റ്റാഫ്സിനെയൊക്കെ വളരെ കൃത്യമായ ഗൈഡൻസോട് കൂടിയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെൽക്കം ഡ്രിങ്കിന് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസസും അതുപോലെ തന്നെ മൊയ്റ്റോസും ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കോഴ്സ് ആയിട്ട് നല്ല കിടിലൻ ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടവും ഡക്ക് ചോപ്സും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ചൂട് കോയിൻ പൊറോട്ടയും അതുപോലെ തന്നെ പാലപ്പവും എല്ലാം ഇവന്മാർക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. മെയിൻ കോഴ്സില് നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ദം ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. വെജ് സെക്ഷനില് ബട്ടർ പനീറും കൂടെ തന്നെ വെജിറ്റബിൾ പുലാവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഇവന്റിന്റെ A to Z കാര്യങ്ങൾ വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ സ്പെഷ്യൽ ഇവന്റ്സും വളരെ അഫോർഡബിൾ റേഞ്ചിൽ കളറാക്കാൻ വേഗം കോൺടാക്ട് ചെയ്തോ നമ്മുടെ ഏതൻ കിച്ചൺ കാറ്ററിംഗ് സർവീസ് ആൻഡ് ഇവന്റ്സ് എരമല്ലൂരിനെ. വട്ടിപ്പലിശ ഭീഷണിയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. എറണാകുളം കോട്ടുവള്ളിയിൽ വട്ടിപ്പലിശക്കാരിയായ അയൽവാസിയിൽ നിന്നുണ്ടായ ഭീഷണിയെ തുടർന്ന് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാവിലെ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആശാ ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം. ഇന്നലെ ഉച്ചയോടെയാണ് വീടിന് സമീപത്തെ പുഴയിൽ ചാടി ആശാ ബെന്നി ജീവനൊടുക്കിയത്. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്നാണ് ആശയുടെ ഭർത്താവ് ബെന്നി പറയുന്നത്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയും അയൽവാസിയുമായ ബിന്ദു അമിത പലിശ ഈടാക്കുകയും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തതിൽ മനം നൊന്താണ് ആത്മഹത്യയെന്ന് സൂചിപ്പിക്കുന്ന കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. കടം വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് പകരമായി 30 ലക്ഷത്തോളം രൂപ നൽകിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട് ബിന്ദുവും ഭർത്താവ് പ്രദീപും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. പറവൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബിന്ദുവിൽ നിന്നും ഭർത്താവിൽ നിന്നും ഭീഷണിയുണ്ടായിട്ടും പോലീസ് ഇടപെട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. വൈകുന്നേരം 3 മണിക്കാണ് ആശയുടെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം.